വളരെ സമാധാന ഈ ദാരുണമായ ഹത്യയിൽ വളരെ സമാധാനപരമായാണ് പ്രതികരിച്ചത്. നിങ്ങൾ കണ്ടതാണല്ലോ, ആദ്യം മുതൽ നിങ്ങളുണ്ടല്ലോ. ആ സമാധാനപരമായി പ്രതിഷേധിച്ച UDF പ്രവർത്തകരെ അകാരണമായി മർദ്ദിക്കാനും അവരെ വണ്ടിയിൽ കയറ്റി അവരെ മർദ്ദിക്കാനും, അതുമാത്രമല്ല അവരെ വല്ല വാഗൺ ട്രാജഡിയിൽ ഇടുന്നത് പോലെ അവരതിനിട്ട് കൊട്ടിയടച്ച് ഈ രൂപത്തിൽ അവരെ മർദ്ദിക്കുന്നൊരവസ്ഥാവിശേഷം ഉണ്ടായത്. വളരെ സമാധാനപരമായിട്ടാണ് സമരം ചെയ്തത്. ഇപ്പം അവർ നിരുപാധികം വിട്ടയച്ചു എന്ന് പറയുന്നു. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ ഉറപ്പ് പറയാണ്, എന്തൊക്കെയായാലും ശരി, ഈ പ്രശ്നത്തിൽ ഈ 15 വയസ്സുള്ള ഒരു കുട്ടിയെ ഇങ്ങനെ ഈ രൂപത്തിൽ കൊന്നൊടുക്കാൻ കൂട്ടുനിന്ന ഈ പറയുന്ന സർക്കാരിനെതിരെ, അതിനുവേണ്ടി മൗനാനുവാദം കൊടുത്ത KCB ഡിപ്പാർട്ട്മെൻറ്റിനെതിരെ കൃത്യമായ നടപടികളും കാര്യങ്ങളും എടുത്തിട്ടില്ലെങ്കിൽ ഇതിലും വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് UDF മുന്നോട്ട് പോകും. യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഇതിനൊരു പരിഹാരമുണ്ടായേ പറ്റൂ. 1ഉം 2ഉം വീഴ്ചയല്ലല്ലോ നിലമ്പൂരിൽ ഉണ്ടാവുന്നത്. ദിവസവും കാട്ടാൻ ആക്രമണം നടക്കുക. 2 പേരെ ഈ 3 മാസം മുൻപാട് 2 പേരെ, ഒരാഴ്ചക്കുള്ളിൽ 2 പേരെ കൊന്നൊടുക്കിയത്. ദിവസവും പുലി വരുന്നു, കടുവ വരുന്നു. ഇവിടെ ജനങ്ങൾക്ക് പകൽ പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥാവിശേഷം. മക്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ സ്കൂൾ വിട്ടുവരുന്നതുവരെ ആദിയായി വീട്ടിൽ കഴിയേണ്ടി വരുന്ന മാതാപിതാക്കൾ, ഭർത്താവ് രാവിലെ ടാപ്പിങ്ങിന് പോയാൽ ടാപ്പിംഗ് കഴിഞ്ഞ് വരുന്നതുവരെ ആദിയോടെ നിൽക്കുന്ന ഭാര്യയും മക്കളും. ഇതാണ് ഈ നാടിൻ്റെ അവസ്ഥ. ഈ അവസ്ഥ ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുക മാത്രമല്ല, ഇനിയെങ്കിലും നിലമ്പൂരിന് ഈ ദാരുണമായ ഈ ദുസ്ഥിതിയിൽ നിന്നും ഒന്ന് കരകയറാൻ എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്യാൻ. എത്ര പേരെ കൊന്നിട്ടും ഇനിയും ഈ സർക്കാർ കണ്ണു തുറന്നിട്ടില്ല. എത്ര സംഭവങ്ങൾ, 1ഉം 2ഉം 3ആണോ? ഞങ്ങളിവിടെ പര്യടനം നടക്കുക, പഞ്ചായത്തിലെ പര്യടനം നടക്കുന്ന സമയത്ത് ഞാൻ എടക്കരയിലെത്തിയപ്പോൾ എടക്കര ഞങ്ങളുടെ സ്വീകരണ യോഗം നടക്കുന്നതിന് തൊട്ടപ്പുറത്ത് 150 മീറ്റർ അപ്പുറത്ത് പകൽ ആന ഇറങ്ങിയിരിക്കുക. എന്ത് സംവിധാനം ഉള്ളത്? ഈ ജനവാസ കേന്ദ്രങ്ങളെ സംരക്ഷിക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടില്ല. ഈ ദാരുണമായ അവസ്ഥയിൽ നിന്നും നിലമ്പൂരിനെ രക്ഷിച്ചേ പറ്റൂ. അതിന് ഏതൊരറ്റം വരെ പോയാലും അത് പോകാൻ UDF തയ്യാറാണ്. ഈ കുട്ടിയെ കൃത്യമായി പറഞ്ഞാൽ ഇതൊരു ഗവൺമെന്റ് സ്പോൺസേഡ് മർഡർ ആയിട്ട് വേണം കണക്കാക്കാൻ. അല്ല, രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കലല്ലോ, ഇതിന് യാഥാർത്ഥ്യം അതല്ലേ. ഇതിനൊരു പരിഹാരം ഉണ്ടാവണ്ടേ? 1ഉം 2ഉം 3ഉമാണോ? ഓരോ മാസവും ഓരോ ദിവസവും ഇത് നടന്നുകൊണ്ടിരിക്കല്ലേ. നിലമ്പൂരുകാർക്ക് പറയാനുള്ളത്, ഞങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് പോകുമ്പോൾ നിങ്ങൾക്കറിയാലോ, ഓരോ വീട്ടിൽ കയറുമ്പോഴും ആളുകൾ പറയുന്നത് എന്താ? ഈ നിലമ്പൂരിലെ 7 പഞ്ചായത്തും ഒരു നഗരസഭയും, ഈ നഗരസഭയിലും ഒഴികെ ഈ പറയുന്ന 7 പഞ്ചായത്തും ചുറ്റുപാടും ഈ പറയുന്ന ഫോറസ്റ്റാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ്. അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഈ പറയുന്ന കാട്ടാനശല്യം, കാട്ടുമൃഗശല്യമാണ്. ജനങ്ങൾക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. ഇതിനൊരു പരിഹാരമുണ്ടായേ പറ്റൂ. അതാണ് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ഉയർത്തുന്ന പ്രധാനമായ വിഷയം. അതിൽ നിന്ന് വഴിതെറ്റിക്കാൻ ബോധപൂർവമായ ചർച്ചകൾ ഉണ്ടാക്കാനാണ് CPM ശ്രമിക്കുന്നത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശ്രമിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരുകാർക്ക് ഞങ്ങൾക്ക് ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. രാഷ്ട്രീയമായ വന്യമൃഗശല്യ വിഷയം തന്നെ നിങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് ഞങ്ങൾ അതാണല്ലോ ഉന്നയിക്കുന്നുണ്ടല്ലോ. നേരത്തെ ഉന്നയിച്ച് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനമായ ചർച്ചാ വിഷയം അത് തന്നെയല്ലേ. 9 വർഷത്തെ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ കെടുകാര്യസ്ഥത കൊണ്ട്, അഴിമതി കൊണ്ട് ഇന്ന് കേരളം അനുഭവിക്കുന്ന ദുസ്ഥിതി, അതിൻ്റെ ഭാഗമായി നിലമ്പൂർ പൂർണ്ണമായി അവഗണിക്കപ്പെട്ടതും നിലമ്പൂരിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുസ്ഥിതിയും, ഇതിനൊരു പരിഹാരമുണ്ടാവണം. ഇതിന് തെരഞ്ഞെടുപ്പിനെ കൃത്യമായി ഈ രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യും. യാതൊരു സംശയവും കാര്യത്തിലില്ല.